ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണാൻ ഭംഗി ആസ്വദിച്ച് നല്ലൊരു വെള്ളച്ചാട്ടവും കണ്ടുപോകുന്ന ഒരു ട്രിപ്പാട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുള്ളൊരു ട്രിപ്പാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവരും. അല്ലെങ്കിൽ മസിലൂടാനല്ലേ ഞങ്ങളുടെ രാജാവാണത്. രാജാവിനോട് ഇരുത്തിയിരിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കൂ രാജാവേ. പ്രജകള് വേണ്ടല്ലേ, ഉള്ളി രാജാവ് മാത്രം. പ്രജകളില്ലാതെ രാജാവില്ല രാജാവേ. ഹായ്, മല്ലൂസ് യുകെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് എവിടേക്കാ പോണേ? ഗ്ലെനാരിഫിലേക്ക് പോവാണ്. വാട്ടർഫോൾസ് ആണ്. അപ്പൊ ഇപ്പൊ തന്നെ ചെറിയൊരു മഴയുടെ ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ടീം ഞങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ബൈക്കുകളൊക്കെ വന്നിട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ടോം, മാർഷൽ, ജെറി, അനിൽ ഭായ്. അപ്പൊ നമുക്ക് തുടരാല്ലേ? ഓക്കെ, ഡബിൾ ഓക്കെ. ഇതുപോലെ അതിമനോഹരമായ ഒരു റോഡിൽ കൂടെയൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത്. പച്ച പതച്ച് നിൽക്കുന്ന വയലുകളുടെ ഇടത്ത് സൈഡിൽ ചെമ്പരിയാടുകളൊക്കെ മേഞ്ഞ് നടക്കാൻ കാണാൻ പറ്റും. ഇവിടെ ഫാമുകളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലം കേട്ടോ. നമ്മൾ പോകുന്ന ബാലിമന മേഖലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഗ്ലെനാരിഫ് വാട്ടർഫോൾസ് ഇതൊരു പാർക്കും കൂടി, ഒരു ഫോറസ്റ്റ് പാർക്കും കൂടി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം വേണ്ട, രണ്ട് സൈഡുകളിലും കണ്ടില്ലേ, നല്ല പച്ച പതച്ച് നിൽക്കാം കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു കുന്നും ചെരുവൊക്കെ ആയിട്ട് കാണാൻ പറ്റും ഇനി അങ്ങോട്ട് പോകുന്നത്. ഇത് നമുക്ക് യുകെയുടെ ഒരു ഇടുക്കി എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി സ്പോട്ടാട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് എന്താ പറയുന്നത്, നമുക്ക് വഴിയെ കാണാൻ പറ്റും. ഇത് വേണ്ട, ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് കൂടെ തന്നെ നമ്മൾക്ക് ഒരു ചെറുതായിട്ട് മിസ്റ്റൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വേണ്ട, നമ്മൾ വിസിബിലിറ്റി കുറവാണ്, അതുകൊണ്ട് ആൾക്കാർ വേണ്ട ലൈറ്റുകളൊക്കെ ഇട്ടാണ് എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. ഇതിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഉള്ള ഒരു മേഖലയാട്ടോ ഇത്. ഈ ബാലിമനയിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെ പല ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ ഗ്ലെനാരിഫ് ഫോറസ്റ്റ് പാർക്കിൽ തന്നെയാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് പോകാൻ ബെൽഫാസ്റ്റിലുള്ളവർക്ക് ഒരു 35 മൈൽ 37 മൈൽ 1 മണിക്കൂർ യാത്രയാട്ടോ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാഗ്രാഫിൽറ്റിൽ നിന്നായാലും ഏകദേശം 1 മണിക്കൂർ 34 മൈലൊക്കെയാണ് യാത്ര. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ബാലിമന കൂടിയാണ് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ബാലിമനയിൽ നിന്ന് ഒരു 15 മൈൽ ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യുകെയിലെ ഒരു ഇടുക്കിയാണ് നമ്മൾ ഈ ഗ്ലെനാരിഫ് പാർക്കെന്ന്, ഫോറസ്റ്റ് പാർക്ക്. അത് പറയാൻ കാരണം എന്താ പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ അതിലേക്കുള്ള എൻട്രൻസ് ഫീയും കാര്യങ്ങളൊക്കെ കാട്ടി തുടങ്ങിയിട്ടുള്ളൂ ആ പാർക്കിലേക്കുള്ളത്. ഇത് നല്ല മനോഹരമായ സ്ഥലം. അതുപോലെ തന്നെ നമ്മൾ മൂന്നാർ വട്ടവട റൂട്ടിലൊക്കെ കാരണം നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ നടുക്കോടെ ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടോ. എനിക്ക് തോന്നുന്നു പൈൻ ഫോറസ്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു, പൈൻ മരങ്ങളൊക്കെയാണെന്ന് തോന്നിട്ടാ ഈ നിൽക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടി തുടങ്ങി. നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങിയ ഒരു സമയത്തായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു 10 മണിയോടെ അടുത്താണെങ്കിലും 10:30-11 മണിയോടെ അടുത്താണെങ്കിൽ പോലും നല്ല ഒരു വൈകുന്നേരങ്ങളുടെ ഒരു വൈബും ആംബിയൻസൊക്കെ ആയിട്ടപ്പോൾ കിട്ടുന്നത്. ശരിക്കും മിസ്റ്റ് ഇറങ്ങിയുന്നുണ്ട്. ഒരു ചെറിയ മഴയൊക്കെ പെയ്താണ്ട് മാറിയുണ്ട്. അപ്പോൾ അതിൻ്റെയാന്ന് തോന്നുന്നത് നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഥലം എത്താറായി. അങ്ങനെ അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ മേഖലയായിട്ടായി കാണുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിലാട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സ്ഥലമൊക്കെ ഉണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പയ്യെ പാർക്കിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സംഭവം ഞങ്ങൾ നോക്കിയിട്ട് വേണം, ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ടുള്ള എനർജി സംഘടിപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകണമെങ്കിൽ. ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങി കിടക്കാട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ശരിക്കും കാഴ്ചകളൊക്കെ മിസ്റ്റ് മാറി നമുക്ക് നന്നായിട്ടെല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇത്ര മനോഹരമായ സ്ഥലമാണെങ്കിൽ പോലും എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരേ ഒരു നടത്തമാണ്. ദാ കാണുന്ന സ്ഥലത്തേക്കാണ്. ഏതാ വയറ് വിശക്കുമ്പോൾ നമ്മളെല്ലാം ഓടിക്കയറുന്ന അതെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ദാ കാണുന്ന റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോകുന്നത്. അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് പുറമേ നിന്ന് കണ്ടിട്ട് ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നില്ല, എന്നാലും നല്ല നടത്തത്തിനൊക്കെ നല്ല സ്പീഡുണ്ട് ഇപ്പോൾ എല്ലാവർക്കും. എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നവർക്ക് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
പുറത്തൊക്കെ ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് അവിടെയൊക്കെ ഇരിക്കാൻ പറ്റിയ ചെയറുകൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടോയ്ലറ്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയപ്പോൾ നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെയാണ് കയറുന്നത്. അപ്പോൾ എന്തൊക്കെയുള്ളൂ നോട്ടെ. അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഫുഡ് ഏതാണെന്ന് നമ്മുടെ മാർഷൽ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതെ മാർഷലെ സെറ്റ് ചെയ്തോട്ടോ, കിടക്കാച്ചി സാധനം സെറ്റ് ചെയ്തോ. ആൻഡിൽ ഇതിപ്പോൾ ഒരു ഒന്നും ശരിക്കില്ല, അറ്റത്തൊരു സാധനം കൂടി ഉണ്ട്. ചേരേ ചേരേ ഫുഡിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതെ, ടൈം ഫില്ലിന് വേണ്ടി ഇത് ഒരേ കാപ്പി കുടിച്ചിരിക്കുകയാണ്. നല്ല ആംബിയൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാൻ പറ്റും. നല്ല മിസ്റ്റിൽ മൂടി കിടക്കാണ്. അതെ അതെ. പിന്നെ അപ്പോൾ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ ഫുഡ് ഒരു 10 മിനിറ്റ് കഴിയും ഞങ്ങളുടെ ഫുഡ് റെഡിയായി വരാൻ. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്നൊരു ഫോട്ടോ എടുക്കലൊക്കെ ഈ സമയത്ത് നമുക്ക് ടൈം ഫില്ല് ചെയ്യലായി. നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങി കിടക്കുന്നുണ്ട്. കാലത്തെ പ്രകൃതിയിലുള്ള നാച്ചുറൽ സൗണ്ട്സൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇതേപോലെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഷൂട്ടൊക്കെ നടത്താം. ഇതിപ്പോൾ നന്നായിട്ട് മിസ്റ്റ് ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇതീ കാണുന്ന അതെ കുറച്ച് മിസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു സൈഡിലേക്കാണ് ഞങ്ങൾക്ക് വാട്ടർഫോൾസ് ഉള്ളത്. അവിടേക്കാണ് ഒരു ആരോ മാർക്കൊക്കെ ഇട്ട് നേരത്തെ കണ്ടിരുന്നത്. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അപ്പോൾ എല്ലാവരും ഒരേ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ ഇനി ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് അവിടുന്ന് നമ്മുടെ അമ്മച്ചി പറഞ്ഞു. ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ കയറിയാണ്. ഫുഡുമായിട്ട് അതെ എല്ലാവരും കൂടെ ഇങ്ങനെ ഫുഡ് കഴിക്കലായി. ടോമേ വിളിക്കല്ലേ? ഫുഡൊക്കെ അടിപൊളിയാട്ടോ. ബണ്ണ് മൊത്തമുള്ള അകത്ത് കയറി പോയ വയലേക്ക്. അപ്പൊ ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞു. ഇനി ഞങ്ങള് വാട്ടർഫോൾസിലേക്ക് ഇങ്ങനെ എവിടെ അപ്പൊ നമുക്ക് അവിടുന്ന് നമ്മുടെ അമ്മാമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൈഡിങ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇനി എങ്ങനെയാ പോകണ്ടേന്ന്. വെള്ളച്ചാട്ടം കാണാൻ പോയതാ. അപ്പോൾ നമുക്ക് വാട്ടർഫോൾസ് ഇത് എങ്ങോട്ടേക്കാന്നുള്ളതിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. മാപ്പൊക്കെ ഉണ്ട്. നമ്മളിത് ഈ മാപ്പ് അനുസരിച്ചാണ് പോകുന്നത്. അടിപൊളി ആംബിയൻസ് അല്ലേ, നല്ല അടിപൊളി. എടാ അതാ അറ്റത്തേക്ക് നോക്കിയടാ അനിൽ ഭായ്. ഈ കാണുന്ന ഒരു ചെറിയ ഈ നടപ്പാതയിൽ കൂടെയാണ് നമ്മൾ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇതൊരു ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും മന്ദം നടക്കുകയാണ്. ഇനി നടക്കുന്നതെല്ലാം തിരിച്ച് കയറി വരണമല്ലോ എന്ന് ഓർക്കുമ്പോഴൊരു സുഖം വേറെയുമുണ്ട്. അതെവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേമാതിരി ഇടയ്ക്ക് വാട്ടർഫോൾസിലേക്കുള്ള വഴികൾ ഇതേ ആരോ മാർക്കറ്റ് കുറച്ചുണ്ട് കേട്ടോ. നമുക്ക് ഇതിലാണ് ഇറങ്ങി പോകുന്നത്. ഇവിടെ തുടങ്ങിയപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ശബ്ദം കേട്ട് തുടങ്ങാം കേട്ടോ. ഇതിൽ ഇവരുടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ചെറുവണ്ടികൾ. ആവശ്യമുണ്ട് ഈ വണ്ടി പോകാൻ വേണ്ടി ടാറിട്ട് വെച്ചാണെന്ന് തോന്നല്ലേ.
അതെ അതെ. ഒരു വണ്ടി ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടിയിലേ കയറി പോരും. ആരുടെ ഒരു വണ്ടി കയറില്ല, കയറും ജീപ്പ് കയറി പോരും മറ്റേ നാട്ടിലെ. നല്ല ഇറക്കത്തിലാട്ടോ ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നേ. അതെ അനിൽ ഭായി, ഇറക്കം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇറക്കം സൂപ്പറായി. ഇതൊക്കെ ഇനി തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മുടെ മാർഷൽ പറഞ്ഞിരിക്കുകയാണ്, ഫസ്റ്റ് സ്റ്റോപ്പ്. ഇതില് വേണ്ടല്ല, ഇതില് വേണ്ട, ഇതില് വേണ്ട. തന്നെ സാധ്യത, തന്നെ സാധ്യത. ഞാനിത് കംപ്ലീറ്റ് വീഡിയോ, എടാ ഇത് കംപ്ലീറ്റ് വീഡിയോയിലെ സീനറി ഒക്കെ ഭയങ്കര ഗ്രീൻ. എടാ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കണോട്ടോ, നമുക്ക് എങ്ങനെ പോണ്ടെന്ന് നോക്കണം. അതെ നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് ഏകദേശം ഒരു 3 കിലോമീറ്ററിന്റെ 2.5-3 കിലോമീറ്ററിന്റെ അടുത്തേക്ക് നടക്കാൻ കിട്ടാം. പക്ഷെ നടക്കുന്ന ഒരു ദൂരം നമ്മൾ അറിയില്ല. ഇതാട്ടോ നമ്മുടെ ലാവണ്ടർ പൂക്കൾ നമ്മളിങ്ങനെ ഒരുപാട് പോകുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് വിരിഞ്ഞേക്കണ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ടൈമാണെന്ന് തോന്നുന്നത്. നമുക്ക് ഒരുപാട് ഇങ്ങനെ നടക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ ഇതേ കണ്ടില്ലേ, ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇരിപ്പിടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത്. ചാട്ടത്തിൻ്റെ സൗണ്ട് ഇവിടെ തുടങ്ങി നമ്മൾ കേട്ടു തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ നടക്കാനുള്ളതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ എത്തി. ഇപ്പം അതേ അതിൽ നിന്ന് ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം ഒഴിപ്പോണൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിലേക്ക് എളുപ്പവഴിയായിരിക്കും തിരിച്ചു പോകാൻ. തിരിച്ചു പോകുമ്പോൾ അതിലെ പോവാം. പക്ഷെ എളുപ്പമായിരിക്കും ഇവിടെ പെട്ടെന്ന് കയറാൻ. തോമേ ആരിക്കൊമ്പൻ നിൽക്കുന്ന അവിടെ ആരുടെ ക്യാപ്പ് പോയി? ഒരു ക്യാപ്പ് പോയാൽ 2 കൊണ്ട് കൊടുത്ത് മേടിക്കാം. ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഇങ്ങനെ സ്റ്റെപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ കൈവരി ഇങ്ങനെ ഒരു സംരക്ഷണമായിട്ട് ഒരുക്കുന്ന കൈവരി മൊത്തം മരം കൊണ്ടാട്ടോ ഇവർ സെറ്റ് ചെയ്തതാണ്. ഇത് വാർക്ക കോൺക്രീറ്റ് ഒന്നുമല്ല, ഇത് മരം കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു മൊത്തത്തിൽ മരം ഉപയോഗിച്ച് സെറ്റ് ചെയ്തതാണ്. ഒരു പടിയും കാര്യങ്ങളൊക്കെ ആട്ടോ, സൈഡ് പടികളൊക്കെ ആയിട്ട് മരം കൊണ്ട് തന്നെ സെറ്റ് ചെയ്തതാണ്. നല്ല ഭംഗിയാട്ടോ അത്. നമ്മുടെ ചാട്ടം അങ്ങനെ തൊട്ടടുത്ത് കണ്ടു തുടങ്ങിട്ടോ. ഇതിങ്ങനെ ഫുൾ സ്റ്റെപ്പാട്ടോ. നമ്മൾ അവിടെ നിന്ന് താഴേക്ക് ഒരു പകുതി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നോ. വാ ദേ എത്തി. അതാ നമ്മൾ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. പണ്ട കന്നഡ ചാടി പോയി കേട്ടോ. വാവ് ജെറി ജെറി ആ നമ്മൾ ഇത്രയും ഇറങ്ങി ഇവിടെയൊക്കെ നടന്നു വന്നതിന് ശേഷം ഇത് കാണുമ്പോൾ ഒരു മനസ്സിൻ്റെ സുഖം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു വെള്ളച്ചാട്ടത്തിന് നമ്മൾ ആരും കരുതരുത്. പക്ഷേ ഇവിടെ ഉള്ളതിൽ തന്നെ ഏറ്റവും മനോഹരമായ ചാട്ടങ്ങളിലൊന്നാണ്. നല്ല സൗണ്ടിലാട്ടോ ചാട്ടത്തിൻ്റെ ഒച്ച വയ്ക്കണേ. ചാട്ടം ചെറുതാണെങ്കിൽ നല്ല സൗണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ വീണ്ടും നടത്തുകയാണ്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് അതുപോലെ പല ആൾക്കാരും ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിൽക്കടാ, എല്ലാവരും കൂടി ഒരു ഫോട്ടോ അടിക്കട്ടെ എനിക്ക്.
അങ്ങനെ മസിലൂടാനല്ലേ ഈ കൈവരിയുടെ അരുത്തോടെ തന്നെയാണ് കേട്ടോ നമ്മുടെ നദി ഇങ്ങനെ ഈ ചാട്ടം ഒഴുകി ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നത്. ഇതിങ്ങനെ തട്ടുകളായിട്ട് പല സ്റ്റെപ്പുകളായിട്ട് വീണ്ടും ചെറിയ ചെറിയ ചാട്ടങ്ങളായിട്ട് ഇങ്ങനെ ഭിന്നിച്ചാണ് പിന്നെ ഇവിടുന്ന് ഒഴുകി പോകുന്നത്. അത് നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കളർ ഒരു ചൗണ്ടൻ കളറിലാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയായിരിക്കും തോന്നുന്നത്. ഇതങ്ങനെ മന്ദം ഒഴുകി പോകുന്നതുണ്ടോ അതിമനോഹരമായിട്ട്. നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് സ്വല്പം കൊണ്ട് നടക്കുമ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഇവിടെ ഒരു ബിയർ ആൻഡ് വൈനൊക്കെ ഉള്ളൊരു ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും അവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു സംഭവം കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത്, മുന്നോട്ടുള്ള യാത്ര തുടരുന്നത്. മാർഷൽ ഫോണൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കട്ടെ എല്ലാവരും. മാർഷലേ ഒന്ന് ജോയിൻ ചെയ്യും. ദിഗ്ബിയിലൊപ്പം നമ്മളെല്ലാം കൂടെ നിൽക്കുകയാണ് കേട്ടോ. ദിഗ്ബിയിലൊപ്പം നമ്മളെല്ലാവരും കൂടെ ഇതാ നിൽക്കുന്നു. ജെറി ഇതിനിടയിൽ പ്രകൃതിയുടെ അതിസുന്ദരമായ ഓരോ നിമിഷങ്ങളും പകർത്തുകയാണ്. ഞങ്ങളുടെ രാജാവാണത്. രാജാവിനോട് ഇരുത്തിയിരിക്കുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കൂ രാജാവേ. പ്രജകൾ വേണ്ടല്ലേ, ഉള്ളി രാജാവ് മാത്രം. പ്രജകളില്ലാതെ രാജാവില്ല രാജാവേ. എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, ആ വെള്ളച്ചാട്ടം മനം നിറയെ അങ്ങോട്ട് കണ്ടില്ല എന്നൊരു തോന്നല്. അപ്പോൾ ഒന്നും കൂടി എനിക്ക് പോകാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ഫോട്ടോ ഒക്കെ എടുത്തത് കാണാമെന്ന് നീ പോയിട്ട് പോയ കാലക്കാണ് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആ വെള്ളച്ചാട്ടം കാണാൻ പോകട്ടോ. എനിക്കെന്തോ കണ്ട് മതിയായില്ല. അവിടുത്തെ ആ പച്ചപ്പും മൊത്തത്തിൽ ആ ചാട്ടങ്ങളൊക്കെ ഒന്നും കൂടി പോയി കാണണമെന്ന് തോന്നുന്നു. ഞാൻ UK വന്നതിന് ശേഷം ഇതുപോലുള്ളൊരു വെള്ളച്ചാട്ടവും ഇങ്ങനൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യാത്രയും ഇങ്ങനൊരു നല്ലൊരു കാട് തന്നെ കണ്ടത് ഇവിടെ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയണേ, നല്ലൊരു അനുഭവമായി. ഈ കാടും കാട്ടരുവിയൊക്കെ കാണുമ്പോൾ ഏതൊരു മനവും ഒന്ന് കുളിരും. ഇപ്പം എനിക്ക് ഈ കാണുന്ന വീഡിയോ പിടിച്ചു തരുന്നത് ഇവിടെ നിന്നൊരു ഇംഗ്ലീഷുകാരനാട്ടോ. അപ്പോൾ അവർ ഇതേപോലെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഞാൻ നല്ല വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്ന അവരാണ്. ഈ വെള്ളച്ചാട്ടം ഫാമിലി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത് പ്രായമായിട്ടുള്ളവരൊക്കെ അടിപൊളിയുണ്ടെങ്കിൽ അതിന് പറ്റിയ സൗകര്യമുണ്ട് കേട്ടോ. അവർക്ക് കൊണ്ട് വരാൻ പറ്റിയ ഈ താഴെ ബിയർ ആൻഡ് വൈൻ ബാറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടേക്ക് നമുക്ക് വണ്ടി കൊണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ 2.5 കിലോമീറ്റർ നടക്കാതെ അവിടെ പ്രായമായവർക്കൊക്കെ വരണമെങ്കിൽ അതും പറ്റും കേട്ടോ. പക്ഷേ ഈ കാടിൻ്റെ ഭംഗിയും കണ്ട് ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ച് വരണമെങ്കിൽ ഈ സ്റ്റെപ്പുകളൊക്കെ നടന്ന് ഈ 2 കിലോമീറ്റർ നടന്ന് തന്നെ ഇറങ്ങി കാടിൻ്റെ ഈ കാനറ ഭംഗി ആസ്വദിച്ച് വരുന്നതായിരിക്കും ഏറ്റവും ഒരു അടിപൊളിയായിട്ടുള്ള ഫീൽ എന്നാട്ടോ ഞാൻ പറയുള്ളൂ.
അപ്പോൾ കൂടെ വന്നിട്ടുള്ളവർ നമ്മുടെ ഫ്രണ്ട്സ് പയ്യാണ് നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പാട്ടോ, അവരെ കാണുന്നില്ല, വഴി വശിയിട്ടൊന്നുമില്ല, ആരോ മാർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദാ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇനി ഒരുമിച്ച് ജോയിൻ ചെയ്യുകയാണ്. കുറച്ച് ഇങ്ങനെ കാടിൻ്റെ ഭംഗികളൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറച്ച് നേരം തന്നെയായിരുന്നു. ഇപ്പോൾ അവരായിട്ട് ജോയിൻ ചെയ്തു. അവർ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴാണ് അറിയുന്നത് അനിൽബായും ടോമും കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരുന്നത്. മാർഷലും ജെറിയും വേറൊരു റൂട്ട് കയറിപ്പോയതാണ്. ഇനി അവരെ നോക്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോൾ ഇത്തിരി ഒന്ന് ദൃശ്യമായിരുന്നെങ്കിലും ഇപ്പോഴും വീണ്ടും മിസ്റ്റൊക്കെ പൊതിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജെറീനെയും മാർഷലിനെ നോക്കി ഇങ്ങനെ നിൽക്കാം കേട്ടോ. നല്ല അടിപൊളി, നല്ല തണുപ്പ്, നല്ല കിഡു ആംബിയൻസ്, അടിപൊളി, സൂപ്പർ. ഈ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടേക്ക് എങ്ങനെയാ ഒരിക്കലും കൂടി വരാൻ തോന്നാതിരിക്കണേ. അടിപൊളി സംഭവം കേട്ടോ. നല്ല ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇവിടെ വരുന്നത്. നല്ല കിഡു ആംബിയൻസ് ആണ്. ജെറീനെയും മാർഷലിനെയും കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോൾ 1-2 വഴി ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്തേക്ക് ഉണ്ട്. ആരോ മാർക്കുകൾ ഏതെങ്കിലും മാറി അടുത്ത വഴിക്ക് കയറി വരുന്നുണ്ടാവും. എന്തായാലും കാർ കിടക്കുന്ന സ്ഥലം അവർക്ക് അറിയാം. അപ്പോൾ ഞങ്ങൾ കാർ പാർക്കിനെ ലക്ഷ്യമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ അവിടെയൊക്കെ നല്ലോണം മിസ്റ്റായി, നന്നായിട്ട് മഞ്ഞ് പുതച്ച് നിൽക്കുകയാണ്. ടോം പ്രകൃതിയുടെ തനതായ ഭംഗി ആസ്വദിച്ചിങ്ങനെ മനം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാർ പാർക്കിങ്ങിലേക്ക് എത്തി തിരിച്ച് ഞങ്ങൾക്ക് പോകാറായി. ഇനി നമ്മുടെ ജെറി മാർഷൽ എത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ അവരെ നോക്കിയിരിക്കുകയാണ്. അവരത് അവിടെ നിന്ന് വരുന്നുണ്ട്. വരുന്നു നിങ്ങളുടെ മോൻ. കുറച്ച് നടന്നേ നോക്കിയ പോലെ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ മല്ലൂസിൻ UK എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കമൻറ്റൊക്കെ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഗ്ലനാരി ഫോറസ്റ്റ് പാർക്കും വാട്ടർഫോൾസൊക്കെ ഞങ്ങളുടെ ട്രിപ്പ് എല്ലാവർക്കും ഞങ്ങൾ ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചുള്ള ഈ ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബബായ്. മല്ലൂസിൻ UK നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബബായ്.